Hello, good afternoon, Mohan. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവരെ കാണുന്നില്ല, അവർ ജോയിൻ ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പൊ വീഡിയോ ഓൺ ചെയ്യാമോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, പിന്നത്തെ ചെയ്തായിരുന്നോ? സാമ്പിൾ ഡോക്യുമെന്റ് ചെയ്തായിരുന്നോ? അത് പഴയ കണ്ടിന്യൂ ചെയ്യാറുണ്ടോ? പഴയ പെൻഡിങ് ക്ലാസ് കണ്ടോണ്ടിരിക്കുക. ഓക്കെ, നമ്മള് ഇന്ന് സാമ്പിൾ എങ്ങനെ എന്താണെന്ന് ഡിസ്കസ് ചെയ്തില്ല. അതായത് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എന്ത് ചെയ്താൽ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് വൺ റിക്കറിംഗ് ട്രാൻസാക്ഷൻ ആണ്. റിക്കറിംഗ് ട്രാൻസാക്ഷൻ ബുക്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? റിക്കറിംഗ് ബില്ല്, റിക്കറിംഗ് എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞു. അത് സെയിം സാധനം തന്നെ റിക്കറിംഗ് ട്രാൻസാക്ഷൻ. അതായത് നമ്മളിപ്പം എല്ലാ മാസവും ചെയ്യുന്ന ഒന്നാണ് റെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. എല്ലാ മാസം നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃത്യ ഒരു എമൗണ്ട് റെന്റ് കൊടുക്കുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യവും പോയിട്ട് ഈ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്ന ആവശ്യമില്ല. പകരം നമുക്ക് റിക്കറിംഗ് ട്രാൻസാക്ഷൻ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ച് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ ആ ഡ്യൂ എൻട്രി റെക്കോർഡ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി, അത് പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഒന്നെങ്കിൽ ഡ്യൂ എൻട്രി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കുന്ന സമയമാകുമ്പോൾ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതവിടെ പോസ്റ്റ് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിക്കറിംഗ് ട്രാൻസാക്ഷൻ. അതായത് ദാറ്റ് മീൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റിക്കറിംഗ് ട്രാൻസാക്ഷൻസ്. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനിയിപ്പം നമ്മൾ ഏപ്രിൽ സെറ്റ് ചെയ്തെന്ന് വിചാരിക്കും, ഏപ്രിൽ അവസാനം ആകുമ്പോൾ തരും റിക്കറിംഗ് പേയ്മെന്റ് കൊടുക്കാനായി എന്ന് പറഞ്ഞു വരും. നമ്മൾ അത് എന്ത് ചെയ്യാം, ആ ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാം. ദെൻ മെയ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് നെക്സ്റ്റ് ആയിട്ടുണ്ടെന്ന് പറയും, നമ്മൾ അതെടുത്ത് പോസ്റ്റ് ചെയ്യും. അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്താണ് റിമൈൻഡർ എന്ന രീതിയിൽ നമുക്ക് ഈ റിക്കറിംഗ് എടുത്ത് നോക്കി കാണാൻ പറ്റും, അറിയാൻ പറ്റും. പക്ഷെ സാമ്പിൾ അങ്ങനെ പറ്റില്ല. സാമ്പിളിൽ നെക്സ്റ്റ് എപ്പോഴാണ് ബില്ല് ഓപ്പൺ ആവുന്നത് എന്നുള്ള ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ആവില്ല. റിക്കറിംഗ് അങ്ങനെയല്ല, നെക്സ്റ്റ് എപ്പോഴാണ് ബില്ല് ഓപ്പൺ ആവുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ടൈം കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അതാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് റിക്കറിംഗ് ട്രാൻസാക്ഷൻ. അപ്പൊ ഹെഡിങ് കൊടുത്തോളൂ, റിക്കറിംഗ് ട്രാൻസാക്ഷൻ. റിക്കറിംഗ് ട്രാൻസാക്ഷൻ. അപ്പൊ എന്താണ് റിക്കറിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എ റിക്കറിംഗ് ഡോക്യുമെന്റ് ഇൻ SAP is a business transaction that happens regularly. റെഗുലർലി എന്ന് പറഞ്ഞാൽ റെഗുലർ ആയിട്ടുള്ള നിർബന്ധമില്ല, റെഗുലർ ഇന്റർവെൽസ് ആയിരിക്കും ഇത് റിപ്പീറ്റ് ആയിട്ട് വരിക. നമുക്ക് ഈ റിക്കറിംഗ് ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ജനറൽ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ അക്കൗണ്ട്സ് പേയബിളിനും അക്കൗണ്ട് റിസീവബിളിനും ഒക്കെ നമുക്ക് പോസ്റ്റിംഗ് സാധ്യമാവും. ഓക്കെ, ജനറൽ ലെഡ്ജർ മാത്രമല്ല, നമുക്ക് അക്കൗണ്ട് റിസീവബിളിനും അക്കൗണ്ട്സ് പേയബിളിനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റിക്കറിംഗ് ട്രാൻസാക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ജനറൽ ലെഡ്ജറിനെ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജനറൽ ലെഡ്ജറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യണം, റിക്കറിംഗ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട്, അത് നോട്ട് ചെയ്തിട്ട് റിക്കറിംഗ് ഡോക്യുമെന്റ് എഴുതിയാൽ മതി. ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൽ സാമ്പിൾ ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്ക് നമ്പർ റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് എഴുതുന്നത് ക്രിയേറ്റ് നമ്പർ റേഞ്ച് ഫോർ റിക്കറിംഗ് ഡോക്യുമെന്റ് എന്ന് കൊടുക്കണം. ക്രിയേറ്റ് അല്ലെങ്കിൽ നമ്പർ റേഞ്ച് ഫോർ റിക്കറിംഗ് ഡോക്യുമെന്റ്. Create number range for recurring document FBN1. FBN1ലാണ് നോർമലി ചെയ്തത്. സാമ്പിൾ ഡോക്യുമെന്റ് നമ്പർ റേഞ്ച് ചെയ്ത പോലെ തന്നെയാണ്, അവിടെ തന്നെയാണ് സാമ്പിൾ ഡോക്യുമെന്റും ജനറൽ ലെഡ്ജർ പോസ്റ്റിംഗ് ഒക്കെ നമ്പർ റേഞ്ച് ക്രിയേറ്റ് ചെയ്തില്ലേ, അവിടെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് ആദ്യം നമുക്ക് നോക്കിയിട്ട് ക്രിയേറ്റ് റിക്കറിംഗ് ചെയ്തിട്ട് വരാം.
ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ അവരുടെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് വേറെ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഈ GDS ബാർ ഓക്കെ, FBN 1 ഇവിടെയാണ് നമ്മൾ നമ്പർ റേഞ്ചുകളെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിപ്പോ നമ്മൾ ജനറൽ ലെഡ്ജറിനാണെങ്കിലും ഈ സെയിം ടി കോഡ് തന്നെയാണ്. ദെൻ സാമ്പിൾ ഡോക്യുമെന്റ് നമ്മൾ ഈ സെയിം ടി കോഡ് യൂസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. റിക്കറിംഗ് ഡോക്യുമെന്റ് സെയിം തന്നെ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ കമ്പനി കോഡ് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ നമ്മുടെ കമ്പനി കോഡ് കൊടുക്കുക. എന്നിട്ട് നേരെ ചേഞ്ച് ഇന്റർവെൽസിലേക്ക് വരിക. ഈ കമ്പനി കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ഇന്റർവെൽസ് എടുക്കുക. ചേഞ്ച് ഇന്റർവെൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് നമ്പർ റേഞ്ചുകൾ അവിടെ ഉണ്ട്. ഒന്ന് നമ്മൾ ജനറൽ ലെഡ്ജറിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത 0 ഒന്ന് നമ്മൾ സാമ്പിൾ ഡോക്യുമെന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത X2. റിക്കറിംഗ് ഡോക്യുമെന്റിന് വേണ്ടിയുള്ള നമ്പർ എന്ന് പറയുന്നത് X1 ആണ് കേട്ടോ. റിക്കറിംഗ് ഡോക്യുമെന്റിനുള്ള നമ്പർ എന്ന് പറയുന്നത് X1 ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. റിക്കറിംഗ് ഡോക്യുമെന്റിന് വേണ്ടിയുള്ള നമ്പർ എന്ന് പറയുന്നത് X1 ആണ്. X1. നമുക്ക് പുതിയൊരു ലൈൻ ആഡ് ചെയ്യാം. ഇൻസേർട്ട് ലൈൻ കൊടുക്കാം. ഇവിടെ X1 എഴുതാം. ഓക്കെ, ഇൻസേർട്ട് ലൈൻ കൊടുത്ത് X1. പിന്നെ ഫിസിക്കൽ ഇയർ 2025 തന്നെ. 2025. ദെൻ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് 1000 to 2000 യൂസ് ചെയ്ത് 2001 to 3000. ഇത്രയും നമ്മൾ നമ്പർ റേഞ്ച് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിലല്ലാതെ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു നമ്പർ റേഞ്ച് വേണം അവിടെ കൊടുക്കാൻ. നമ്മളിപ്പോ കൊടുത്തിട്ടുള്ളതല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ റേഞ്ച് കൊടുക്കാം. അപ്പൊ അത് ഏതോ ആകാം. നമുക്ക് ഏതാണ്ട് കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ തന്നെ പോകാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3001 to 4000. ഓക്കെ, 3001 to 4000. നമ്മൾ റിക്കറിങ്ങിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? നമ്പർ റേഞ്ച് സെലിബ്രേറ്റ് ചെയ്യണം. FBN1 വന്നിട്ട് നമ്മുടെ കമ്പനി കോഡ് കൊടുത്ത് ചേഞ്ച് ഇന്റർവെൽസ് എടുക്കുക. then അതിനുശേഷം ഒരു പുതിയൊരു ലൈൻ ഇൻസേർട്ട് ചെയ്ത് നമ്പറിന് അവിടെ X1 എന്നാണ് കൊടുത്തത്. ഓക്കെ, നമ്പറിന് അവിടെ X1 എന്ന് കൊടുത്തു. ഫ്രം നമ്പറും അതേപോലെ ടു നമ്പറും കൊടുത്തു. നമ്മൾ കൊടുക്കാത്ത ഒരു നമ്പർ റേഞ്ച് കൊടുക്കുകയാണ് ചെയ്യാൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് വരാം. ഇനി നമ്മൾ തിരിച്ചു ഇതിലോട്ട് വരാം. നമ്മളുടെ ക്രിയേറ്റ് റിക്കറിംഗ് ഡോക്യുമെന്റ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ക്രിയേറ്റ് റിക്കറിംഗ് ഡോക്യുമെന്റ്. ക്രിയേറ്റ് റിക്കറിംഗ് ഡോക്യുമെന്റ് FBD1. ക്രിയേറ്റ് റിക്കറിംഗ് ഡോക്യുമെന്റ് FBD1. FBD1 കൊടുത്താണ് നമ്മൾ റിക്കറിംഗ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. FBD1. ഓക്കെ, FBD1 നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് കമ്പനി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഇതാണ് എന്റെ റിക്കറിംഗ് എൻട്രി ഡാറ്റ എൻട്രിയാണ്. കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ആദ്യം നമുക്ക് കമ്പനി കോഡ് ഏതാണ് അത് കൊടുക്കാം. നമ്മുടെ കമ്പനി കോഡ് അവിടെ കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹെഡിങ് വരുന്ന റിക്കറിംഗ് എൻട്രി റൺ ആണ്. അത് നമുക്ക് കൊടുക്കാനുള്ള ആദ്യത്തെ പോയിന്റ് ഫസ്റ്റ് റൺ ഓൺ. അതായത് നമ്മൾ റിക്കറിംഗ് ആയിട്ട് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യുന്ന റെന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ റെന്റ് എന്ന് പറയുന്ന ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എപ്പം മുതലാണ് റിക്കറിംഗ് ഡോക്യുമെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് റിക്കറിംഗ് ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആണ് ആദ്യം നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. നമ്മളിപ്പം ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇന്ന് മുതലുള്ള ഡേറ്റ്. അപ്പൊ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? കുറച്ച് പ്രീവിയസ് ഡേറ്റ് മുതൽ ചെയ്യും. അപ്പൊ കുറച്ചധികം ട്രാൻസാക്ഷൻ നോക്കാൻ പറ്റും. നമുക്ക് തൽക്കാലം 1/4/2025 ഉണ്ടാകും. ഓക്കെ, 1/4/2025 മുതൽ ഫിനാൻഷ്യൽ ഇയർ മൊത്തം ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് 31/3/2026. ഓക്കെ, 1/4/2025 മുതൽ 31/3/2026 വരെയാണ് നമ്മൾ ഈ റണ്ണിംഗ് പീരീഡ്. അതായത് ഒരു വർഷത്തേക്കാണ് ഒരു ഫിനാൻഷ്യൽ ഇയർക്ക് വേണ്ടി നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? റിക്കറിംഗ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം.
ഇത് എത്ര നാള് പോകുന്നുണ്ടോ അത്രയും ഡേറ്റ് ചെയ്യാം ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു. ഇപ്പൊ തൽക്കാലം നമ്മള് ഈ ഒരു 6 മാസത്തെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർക്ക് മാത്രമാണ് കൊടുത്തത്. ഇപ്പൊ 1/4/2025 മുതൽ 31/3/2026 കൊടുത്തു. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും കൊടുത്തു. ക്ലിയർ ആണെന്നോ? കമ്പനി കോഡ് കൊടുത്തു, സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എൻഡിങ് ഡേറ്റ്. ഇനി അടുത്തത് ഇന്റർവെൽസ് ഇൻ മന്ത്. അതായത് ചില കാര്യങ്ങള് എന്തായിരിക്കും ഓരോ മാസാമാസമായിരിക്കും ചില റെക്കറിങ് എക്സ്പെൻസിൽ വരിക. എന്നാൽ ചിലത് അങ്ങനെയായിരിക്കില്ല, 2 മാസം കൂടുമ്പോഴായിരിക്കും, ചിലത് 3 മാസം കൂടുമ്പോഴേക്കും, ചിലത് 4 മാസം. ഇങ്ങനെയാണ് നമ്മളിപ്പോ ചിലപ്പോൾ കോൺട്രാക്റ്റുകൾ ഫോം ചെയ്യുന്നതനുസരിച്ചാണ് ഇങ്ങനെയാണ് വരുന്നത്, അതനുസരിച്ച് കൊടുക്കും. റെന്റ് നോർമലി എന്താണ് ഓരോ മാസാമാസമാണ് വരിക. അപ്പൊ നമുക്ക് അത് കൊടുക്കാം പെർ മന്ത് എന്നുള്ള ഈ ഒരു സെലക്ട് ചെയ്യും. ഇന്റർവെല് പെർ മന്ത് എന്നുള്ള കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ സെർച്ച് ചെയ്യാം. പെർ മന്ത് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് വരും 01. പെർ മന്തിന്റെ കോഡ് 01 ആണ് അവിടെ വന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും കാര്യങ്ങളാണ് റിക്കറിംഗ് എൻട്രി റൺ എന്ന് പറഞ്ഞ ആ ഒരു കോളത്തിൽ കൊടുക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഡോക്യുമെന്റ് ഹെഡർ ഇൻഫർമേഷനിലേക്ക് വരാം. ഡോക്യുമെന്റ് ഹെഡർ ഇൻഫർമേഷൻ, അതിൽ ആദ്യം ഡോക്യുമെന്റ് ടൈപ്പ് കൊടുക്കാം. നമ്മൾ പറഞ്ഞു റെക്കറിംഗ് ഡോക്യുമെന്റ് നമുക്ക് വേണമെങ്കിൽ ജനറൽ ലെഡ്ജറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അക്കൗണ്ട്സ് പേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കാം, അക്കൗണ്ട്സ് പേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ പഠിച്ചത് ഏതാ? ജനറൽ ലെഡ്ജർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ജനറൽ ലെഡ്ജർ ആണ്. അപ്പൊ നമ്മൾ ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം SA എന്നുള്ളത്. ഓക്കെ, ജനറൽ ലെഡ്ജർ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് റെക്കറിംഗ് ഡോക്യുമെന്റ്. അപ്പൊ അതുകൊണ്ട് ഡോക്യുമെന്റ് ടൈപ്പിന്റെ അവിടെ നിന്ന് കൊടുക്കുക SA എന്ന് കൊടുക്കാം. ഡോക്യുമെന്റ് ടൈപ്പ് SA. എന്നിട്ട് കറൻസി കൊടുക്കുക INR. കറൻസി കൊടുക്കുക INR. ഓക്കെ, ഫസ്റ്റ് റൺ കൊടുത്തു, ലാസ്റ്റ് റൺ കൊടുത്തു, ഈ ടൈം ഇന്റർവെൽസ് ഇൻ മന്ത് കൊടുത്തു, ഡോക്യുമെന്റ് ടൈപ്പ് SA എന്ന് കൊടുത്തു, പിന്നെ കറൻസി കൊടുത്തു, എന്താണ് INR. ഇതുവരെ ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നോർമലി ഒരു ജനറൽ ലെഡ്ജർ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് റെന്റിന്റെ പോസ്റ്റിംഗ് ചെയ്യാം. അത് റെന്റ് പേ ചെയ്യുന്നു, അതായത് റെന്റ് ആയിട്ട് ഒരു 30,000 രൂപ ബാങ്ക് ത്രൂ പേ ചെയ്യുന്നതായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യും ട്രാൻസാക്ഷൻ. എന്ത് ചെയ്യാം? പോസ്റ്റിംഗ് 40 കൊടുക്കാം. എന്നിട്ട് റെന്റിന്റെ ലെഡ്ജർ സെലക്ട് ചെയ്ത് കൊടുക്കാം. റെന്റിന്റെ ലെഡ്ജർ സെലക്ട് ചെയ്യാം, എൻറ്റർ അടിക്കാം. ജസ്റ്റ് ഒരു വാർണിംഗ് മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് റൺ ഈസ് ഇൻ ദ പാസ്റ്റ്. അതായത് നമ്മളിപ്പോ കറന്റ് ഉള്ളത് 30/12/2025 പക്ഷെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ് 1/4/2025 ആണ് എന്നുള്ളൊരു ജസ്റ്റ് ഒരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. യെല്ലോ കളറിലാണ് ഞാൻ പറഞ്ഞത്. യെല്ലോ കളർ നമ്മൾ എന്താണ് ജസ്റ്റ് ഒരു വാർണിംഗ് മെസ്സേജ് എൻറ്റർ അടിച്ച് വിട്ടാൽ മതി. എറർ ഒന്നും ഇല്ല. എറർ അടിച്ചിട്ടു. X1 is basically for the year 2012. X1 position. X1 save ആയില്ലേ? X1 2025 3,000 സേവ് ആയില്ലായിരുന്നു, അതാണ് ഇഷ്യൂ വന്നത് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പോയിട്ട് സേവ് ആക്കിയിട്ടുണ്ട്. എമൗണ്ട് കൊടുക്കുക 30,000. ഇനി ബിസിനസ് ഏരിയ കൊടുക്കുക EK എല്ലാം നമ്മൾ നോർമലി ചെയ്യുന്നില്ല. സാലറി പെയ്ഡ് കൊടുക്കും. സാലറി ഇല്ല, റെന്റ് പെയ്ഡ് റെന്റ് പെയ്ഡ്. ഇനി ഡെബിറ്റ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്യാം. പോസ്റ്റിലേക്ക് 50 കൊടുക്കാം. നമുക്ക് ബാങ്കിനെയാണ് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാനുള്ളത്. ബാങ്ക് കൊടുത്തു, എമൗണ്ട് സെയിം തന്നെ. ബിസിനസ് ഏരിയ കൊടുക്കാം, ടെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ നോർമൽ ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്ന പോലെയുള്ളൂ. ആദ്യത്തെ ആ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആണോ മോഹൻ? ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് നേരെ സേവ് ചെയ്യാം. സേവ്
ഇവിടെ നമ്മൾ ഇന്നലെ സാമ്പിൾ ഡോക്യുമെന്റ് കണ്ടതുപോലെ തന്നെയാണ് ഇവിടെ ഡോക്യുമെന്റ് 3001 വാസ് സ്റ്റോർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇത് പിന്നീട് പോയിട്ട് ഓരോ പ്രാവശ്യവും സാലറി റെന്റിന്റെ പേയ്മെന്റ് കൊടുക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രോസസ് ചെയ്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യണം. അപ്പൊ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടെംപ്ലേറ്റ് പോലെ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യവും റെന്റിന്റെ പേയ്മെന്റ് കൊടുക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ അത് പോയിട്ട് പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് എവിടെയും റിഫ്ലക്ട് ആവില്ല, നമ്മുടെ റിപ്പോർട്ട്സുകളൊന്നും ഇത് റിഫ്ലക്ട് ആവില്ല. വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. FBL 3N പോയി നോക്കിയാല് നമ്മുടെ റെന്റിന്റെ ഓൾ ഐറ്റംസ് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടു, നമ്മള് ചെയ്ത് വെച്ചിരിക്കുന്ന അത് വന്നിട്ടില്ല. ആ രണ്ടെണ്ണം വന്നിട്ടുള്ളൂ. ഒന്ന് 5-ാം തീയതി ചെയ്തു, ഒന്ന് 18-ാം തീയതി ചെയ്തു വന്നിട്ടുള്ളൂ. അല്ല, നമ്മൾ 1-ാം തീയതി ചെയ്ത് വെച്ച കാര്യങ്ങൾ 1-4-2025 വന്നത് ചെയ്തത് ഇവിടെ വന്നിട്ടില്ല, റിഫ്ലക്ട് ആയിട്ടില്ല. സാമ്പിൾ ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്താലും റെക്കറിംഗ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്താലും എന്ത് വരില്ല, അത് റിഫ്ലക്ട് ആവില്ല. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ, അത് മെയിൻ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേസിൽ, ഏതാണ് GL ഡിസ്പ്ലേയില്, ട്രയൽ ബാലൻസില്, അതുപോലെ തന്നെ നമ്മുടെ ഐറ്റം ഡിസ്പ്ലേ, ഇതിലൊന്നും എന്ത് വരില്ല, ഇത് ഡിസ്പ്ലേ ആയിട്ട് വരത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, അത് പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. പക്ഷെ നമുക്ക് ഡിസ്പ്ലേ ആവുന്ന ഒരു ഏരിയ ഉണ്ട്, അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതാം. വ്യൂ ലിസ്റ്റ് ഓഫ് റെക്കറിംഗ് ഡോക്യുമെന്റ്സ്. അതായത് നമുക്ക് റെക്കറിംഗ് ഡോക്യുമെന്റ്സ് കാണാൻ വേണ്ടി നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നോക്കാം, വ്യൂ ലിസ്റ്റ് ഓഫ് റെക്കറിംഗ് ഡോക്യുമെന്റ്സ്, ടി കോഡ് F.15. നമ്മൾ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെഡിങ് കൊടുത്താൽ മതി, ഡിസ്പ്ലേ റെക്കറിംഗ് ഡോക്യുമെന്റ് ഹെഡിങ് കൊടുത്താൽ മതി. ഡിസ്പ്ലേ റെക്കറിംഗ് ഡോക്യുമെന്റ്, വ്യൂ ലിസ്റ്റ് ഓഫ് റെക്കറിംഗ് ഡോക്യുമെന്റ് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഡിസ്പ്ലേ റെക്കറിംഗ് ഡോക്യുമെന്റ് കൊടുക്കുക, ബ്രാക്കറ്റിൽ F.15. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റെക്കറിംഗ് ഡോക്യുമെന്റുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നോർമൽ റിപ്പോർട്ട്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് വിസിബിൾ ആയിരിക്കില്ല. F.15 ഓക്കെയാണോ? F.15 F.15 എടുത്തു. ഓക്കെ, ഇതാണ് F.15. നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മുടെ കമ്പനി കോഡ് കൊടുക്കാം. RE44 കമ്പനി കോഡ് കൊടുത്തു. ഓക്കെ, ഡോക്യുമെന്റ് നമ്പർ കൊടുക്കാം. ഡോക്യുമെന്റ് നമ്പർ കൊടുക്കാം. ഡോക്യുമെന്റ് നമ്പർ കൊടുക്കാം. എന്നിട്ട് നേരെ എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കും. റെക്കറിംഗ് എൻട്രി ഡോക്യുമെന്റ് ഇതാ നമ്മള് 0001 SP എന്ന് പറയുന്നതില് ഡേറ്റ് 30/12/2025 നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റെക്കറിംഗ് ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇന്നത്തെ ഡേറ്റിലാണ്. ഫസ്റ്റ് റൺ 1/4/2025. നെക്സ്റ്റ് റൺ നമ്മളിത് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല അല്ലെ, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നെക്സ്റ്റ് റൺ, ആദ്യത്തെ റൺ എപ്പോഴാണ്, 1/4/2025. പിന്നെ അടുത്തത് പറയുന്നത് ലാസ്റ്റ് റൺ 31/3/2025. ഇന്റർ ഡേറ്റ് ഓരോ മാസം കൂടുമ്പോഴാണ് റൺ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസും എമൗണ്ടും കാര്യങ്ങളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും F.15 എടുത്തു കഴിയുമ്പോൾ റിക്കറിംഗ് ഡോക്യുമെന്റ് ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നതായിരിക്കും. F.15 ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം, എക്സിക്യൂട്ട് റെക്കറിംഗ് ഡോക്യുമെന്റ്. എക്സിക്യൂട്ട് റെക്കറിംഗ് ഡോക്യുമെന്റ്. എക്സിക്യൂട്ട് റെക്കറിംഗ് ഡോക്യുമെന്റ്. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ.
ഒന്ന് ടി കോഡ് F.40 ചെയ്യാനുണ്ട്, അതേപോലെ ടി കോഡ് SM35 ചെയ്യാനായിട്ടുണ്ട്. രണ്ട് ട്രാൻസാക്ഷൻ കോഡിൽ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുണ്ട്. എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ രണ്ടും ചെയ്താൽ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യണം, F.14 ചെയ്യണം, അത് കഴിഞ്ഞിട്ട് SM35 ചെയ്യണം. ഈ രണ്ടില് നമ്മൾ ചെയ്താൽ മാത്രമേ ഡോക്യുമെന്റ് പോസ്റ്റ് ആവുള്ളൂ. F.14 ചെയ്യണം, അതേപോലെ SM35 നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അത് നമ്മൾ 14 പോയി ചെയ്യുന്നത്, പിന്നെ SM35. അപ്പൊ നമുക്ക് ആദ്യം FI.14 ചെയ്യാം. ഇനി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ബ്രാഞ്ച് വെച്ചിട്ട് F.14 ഇവിടെ നമുക്ക് ക്രിയേറ്റ് പോസ്റ്റിംഗ് ഡോക്യുമെന്റ് ഫ്രം റെക്കറിംഗ് ഡോക്യുമെന്റ്സ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം, ആദ്യം കമ്പനി കോഡ് കൊടുക്കും, നമ്മുടെ കമ്പനിയുടെ കോഡ് കൊടുക്കും. ഓക്കെ, നമ്മളുടെ കമ്പനി കോഡ് കൊടുത്തു. ഇനി ഡോക്യുമെന്റ് നമ്പർ എന്നുള്ളത് നമ്മൾ ഏത് ഡോക്യുമെന്റ് ആണോ ഇവിടെ, ഏത് ഡോക്യുമെന്റ് റെക്കറിംഗ് ഡോക്യുമെന്റ് ആണോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആ ഡോക്യുമെന്റ് നമ്പർ വേണം കൊടുക്കാൻ. അപ്പൊ നമുക്ക് കുറെ ഡോക്യുമെന്റ്സ്, റെക്കറിംഗ് ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നായിരിക്കാം. അതിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ നമ്പർ എത്രയാണോ അതവിടെ സെലക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ ഏതാണോ, ഏത് ഡോക്യുമെന്റ് നമ്പർ ആണോ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ ഡേറ്റ് അവിടെ കൊടുക്കാം, സോറി നമ്പർ അവിടെ കൊടുക്കാം. അപ്പൊ നമ്മൾ ചെയ്യാനായിട്ടുള്ള 3001 ആണ്. അപ്പൊ അതിന്റെ നമ്പർ അവിടെ കൊടുക്കും. അപ്പൊ നമുക്ക് നമ്പർ ഓർമ്മയില്ല എങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം, F.15 പോയിട്ട് ഡിസ്പ്ലേ എടുത്തിട്ട് ഏതാണ് നോക്കിയ ശേഷം എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് നമ്പർ ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി എന്താ കൊടുക്കേണ്ടത്, ഫിസിക്കൽ ഇയർ കൊടുക്കുക 2025. പിന്നെ സെറ്റിൽമെന്റ് പീരീഡ് കൊടുക്കുക. ഇമ്പോർട്ടന്റ് ആണ് സെറ്റിൽമെന്റ് പീരീഡ്. സെറ്റിൽമെന്റ് പീരീഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്നത്തെയാണോ പേയ്മെന്റ് ചെയ്യുന്നത്, സെറ്റിൽ ചെയ്യുന്ന പീരീഡ് ഏതാണോ അതാണ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പേ ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ ബില്ലാണ് വിചാരിക്കുക. അപ്പൊ എന്ത് കൊടുക്കുക, 1/4/2025 കൊടുക്കുക. 1/4/2025 നമ്മൾ സെറ്റിൽ ചെയ്യാൻ പോകുന്ന പീരീഡ് ഏതാണോ അതവിടെ കൊടുക്കുക. ഓക്കെ, നമ്മൾ ഏതാ കൊടുക്കുന്നത്, 1/4/2025 ഇപ്പൊ സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സെറ്റിൽമെന്റ് കൊടുക്കും, ട്രാൻസാക്ഷൻ പോസ്റ്റിംഗ് ഡേറ്റ് സെറ്റിൽമെന്റ് ഡേറ്റ് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത് 1/4/2025 അതവിടെ കൊടുത്തു. ഇത്രയും കാര്യമാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. കമ്പനി കോഡ് കൊടുത്തു, ഡോക്യുമെന്റ് നമ്പർ, ഫിസിക്കൽ ഇയർ കൊടുത്തു, പിന്നെ സെറ്റിൽമെന്റ് പീരീഡ് കൊടുത്തു. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. ഈ നേരെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. നേരെ എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നുണ്ട് സെഷൻ SAP F120 വാസ് ക്രിയേറ്റഡ്. അപ്പൊ നമ്മൾ ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ എന്താണ് F.14 ചെയ്തതെല്ലാം കറക്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് ആയില്ലെങ്കിൽ ഇവിടെ ഒരു എറർ മെസ്സേജ് ആണ് വരിക, വാസ് നോട്ട് ബി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരും. സെഷൻ വാസ് നോട്ട് ബി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ അത് കാര്യം ചെയ്യണം. ചെയ്യുമ്പോൾ ഈ ഒരു കോഡ് ഉണ്ടല്ലോ SAP F120 ഇത് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ആവശ്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇത് തന്നെയായിരിക്കും വരിക, എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഇത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഉറപ്പ് വെക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് SAP F120 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ അല്ലേ? F.14 ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്താലേ തീരുള്ളൂ. എന്നോട് ചെയ്യണം, SM35 കൂടെ ചെയ്യണം അല്ലെ? SM35 എടുക്കണം. നെക്സ്റ്റ് നമുക്ക് നേരെ SM35 എടുക്കാം. SM35 എടുത്തു. ഇവിടെ സെഷന്റെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് സെഷൻ ഉണ്ടല്ലോ, സെഷൻസ്. ഇവിടെ സെക്ഷൻ നെയിം ഉണ്ട്. ഇവിടെ നമ്മളിപ്പം ലാസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെഷൻ ഏതാണെന്ന് നോക്കി അത് സെലക്ട് ചെയ്തു. സെഷൻ നെയിമിൽ ഇവിടെ എന്തോ കേട്ടില്ല, രണ്ട് കോഡ് ഇല്ലേ, രണ്ട് F.14 SM35 രണ്ടാണല്ലേ? രണ്ടും രണ്ടാണ്. രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റിംഗ് കംപ്ലീറ്റ് ആവും. ആദ്യം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ F.14 ചെയ്യാം, അത് കഴിഞ്ഞിട്ട് SM35 വന്ന് ചെയ്യാം. രണ്ടും ഒന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ,
രണ്ടും നമ്മൾ ചെയ്യണം. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ആണ് കേട്ടോ. കറക്റ്റ് ചെയ്തോ അത്? ഓക്കെ. അപ്പൊ നമ്മൾ SM35 വന്നു. ഇതാണ് SM35. ഇതിന്റെ വ്യൂ ഇതായിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി സെഷൻ നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടിയ എന്തായിരുന്നു? SAP F120 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒന്നിലധികം SAP F120 ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇതിൽ നമ്മുടേത് ഏതാണ് നമ്മൾ നോക്കണം. എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം? ക്രിയേറ്റഡ് ബൈ എന്നുണ്ടോ? യൂസർ ഐ ഡി കിടപ്പുണ്ട്. ക്രിയേറ്റഡ് ബൈ എന്നിടത്ത് എന്ത് കിടപ്പുണ്ട്? നമ്മുടെ യൂസർ ഐ ഡി കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ യൂസർ ഐ ഡി ഏതാണെന്ന് നോക്കാം. ഇതില്ല നമ്മുടെ യൂസർ ഐ ഡി F88, അതാണ് നമ്മുടെ യൂസർ ഐ ഡി. ഇപ്പൊ ഞാൻ എഴുതും, അത് സെലക്ട് ചെയ്തു. ഓക്കെ, നമ്മുടെ യൂസർ ഐ ഡി ഏതാണോ അത് നോക്കി സെലക്ട് ചെയ്യും. ഇപ്പൊ നമ്മുടെ ക്ലാസ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ യൂസർ ഐ ഡി ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് എന്ത് വേണം, നമ്മളത് സെലക്ട് ചെയ്യും. എങ്കിൽ മാത്രം നമുക്ക് അത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം ഇതുപോലെ ഒന്നിലധികം കിടപ്പുണ്ടാവും. എല്ലാവരുടെയും സെയിം തന്നെ വരിക കേട്ടോ. നോർമലി എപ്പോഴും SAP F120 ആയിരിക്കും വരിക. അപ്പൊ എല്ലാം സെയിം ഇത് തന്നെയാണ്. യൂസർ ഐ ഡി നോക്കി ചെയ്യാം. എന്നിട്ട് നേരെ പ്രോസസ് കൊടുക്കുക. അത് ജസ്റ്റ് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നേരെ എന്ത് ചെയ്യാം? പ്രോസസ് കൊടുക്കുക. ജസ്റ്റ് സെലക്ട് ചെയ്യാം, എന്നിട്ട് പ്രോസസ് കൊടുക്കുക. അപ്പൊ ഒരു പോപ്പപ്പ് വിൻഡോ വരും. ജസ്റ്റ് എന്ത് ചെയ്യാം? അതും പ്രോസസ് കൊടുത്തു വിടുക. വെച്ചൊന്നും കൊടുക്കാനായിട്ടില്ല, പ്രോസസ് കൊടുക്കുക. ഓക്കെ, നമ്മള് എന്താണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഡോക്യുമെന്റ് ഡേറ്റ്. നമ്മൾ ചെയ്തത് ഡോക്യുമെന്റ് ഡേറ്റ് 1/4/2025, SA കമ്പനി കോഡ്, ട്രാൻസാക്ഷൻ പോസ്റ്റ് ആണെന്നാണ് 1/4/2025. നെക്സ്റ്റ് റൺ, അടുത്ത റൺ എപ്പോഴായിരിക്കും? 1/5/2025. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, നമ്മൾ കൊടുത്തിരിക്കുന്ന എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് മെസ്സേജുകൾ വരും. അതൊക്കെ ഒന്ന് എൻ്റർ അടിച്ചു വിട്ടാൽ മതി. എൻ്റർ അടിക്കാം, അഗെയിൻ എൻ്റർ അടിക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനൊരു മെസ്സേജ് വരും, പ്രോസസിംഗ് ഓഫ് ബാച്ച് ഇൻപുട്ട് സെഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരും. ഒന്നുകൂടെ എൻ്റർ അടിച്ചാൽ ഒന്നുകൂടെ എൻ്റർ അടിക്കാം. പ്രോസസിംഗ് ഓഫ് ബാച്ച് ഇൻപുട്ട് സെഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരും. എൻ്റർ അടിക്കാം. എന്നിട്ട് ബാക്ക് വീണ്ടും നമ്മൾ ഈ ഒരു സ്ക്രീനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് കംപ്ലീറ്റ് ആയി. ഓക്കെ, ജസ്റ്റ് കുറച്ച് എൻ്റർ അടിച്ചാൽ മതി. അത് കഴിയുമ്പോൾ ബാക്ക് ടു ദിസ് സ്ക്രീൻ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റിപ്പോർട്ട് എടുത്ത് നോക്കാം. കേട്ടില്ല? കൺഫേം ആണെങ്കിൽ ഇവിടുന്ന് പോവുമല്ലേ? ആ, അവിടെ ഏറ്റവും ടോപ്പിൽ നിന്ന് അത് പോകും. അതവിടെ ഉണ്ടാവില്ല. നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പൊ നമ്മള് അത് വന്നു. 1/4/2025 30,000 രൂപ റെന്റ് പേ ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്ന് മെയ് മാസത്തെ കൂടെ ചെയ്ത് നോക്കാം. അപ്പൊ കുറച്ചും കൂടി ക്ലിയറിറ്റി കിട്ടും. ഇപ്പൊ ഏപ്രിൽ നമ്മൾ ചെയ്തു. ഇനി അടുത്തത് എപ്പോഴാണ്? മെയ്യിലാണ് അല്ലെ? ആദ്യം എന്ത് ചെയ്യാം? F.14 എടുക്കാം. ദെൻ കമ്പനി കോഡ് കൊടുക്കാം. ഡോക്യുമെന്റ് നമ്പർ കൊടുക്കാം. എത്രയാണ്? 3001 കൊടുത്തു. ഫിസിക്കൽ ഇയർ കൊടുക്കുക 2025. സെറ്റിൽമെന്റ് ഡേറ്റ്, ട്രാൻസാക്ഷൻ പോസ്റ്റിംഗ് ഡേറ്റ് ആണ് സെറ്റിൽമെന്റ് ഡേറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 1/5/2025 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? നേരെ ഇത് എക്സിക്യൂട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ചെയ്യാം ഇത് എക്സിക്യൂട്ട് ചെയ്തു. അപ്പൊ ഇവിടെ സെഷൻ ക്രിയേറ്റഡ് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. ഇനി എന്ത് ചെയ്യാം? നേരെ നമ്മള് SM35 എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതാ ഏറ്റവും ടോപ്പിൽ കിടപ്പുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ പ്രോസസ് കൊടുക്കാം. ദെൻ അഗെയിൻ പ്രോസസ് കൊടുത്തു. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. നെക്സ്റ്റ് റൺ ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. 1/6/2025 ആണ്. ഒന്നുകൂടെ എൻ്റർ അടിക്കാം. വീണ്ടും അഗെയിൻ എൻ്റർ അടിക്കാം. ഇനി ഡേറ്റും എമൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം. വീണ്ടും എൻ്റർ അടിച്ചു കൊടുക്കാം. എൻ്റർ അടിക്കാം. അവസാനം പ്രോസസിംഗ് ഓഫ് ബാച്ച് ഇൻപുട്ട് സെഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരും. വീണ്ടും എഗെയിൻ എൻ്റർ അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? 2 സ്റ്റെപ്പും ചെയ്താൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇത് നമ്മൾ എന്ത് കഴിഞ്ഞു? റിക്കറിംഗ് കഴിഞ്ഞു, സാമ്പിൾ ഡോക്യുമെന്റ് കഴിഞ്ഞു.
റെക്കറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിച്ച് നമ്മൾ ചെയ്യാം. സാമ്പിൾ ഡോക്യുമെന്റ് പറഞ്ഞാൽ നമുക്ക് എന്താണ് സെയിം തന്നെയാണ്, രണ്ട് ഉപയോഗമൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ സാമ്പിൾ ഡോക്യുമെന്റ് ഡേറ്റും കാര്യങ്ങളും നെക്സ്റ്റ് ബില്ല് എപ്പോഴാണെന്നോ കാര്യങ്ങളൊന്നും സാമ്പിൾ ഡോക്യുമെന്റ് പറയുന്നുണ്ടാവില്ല. ജസ്റ്റ് അത് നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്ത് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് പോകാന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് വരാം. നെക്സ്റ്റ് വൺ ആണ് ചെറിയൊരു ടോപ്പിക്കാണ് ഹോൾഡിംഗ് ആൻഡ് പാർക്കിംഗ്. നെക്സ്റ്റ് ചെറിയൊരു ടോപ്പിക്കാണ് ഹോൾഡിംഗ് ആൻഡ് പാർക്കിംഗ്. എഴുതി കൊടുക്കാം. ഹോൾഡിംഗ് ആൻഡ് പാർക്കിംഗ്. ഓക്കെ, ഹോൾഡിംഗ് ആൻഡ് പാർക്കിംഗ്. അതിൽ ഫസ്റ്റ് വൺ ഹോൾഡിംഗ് എന്നാണ് എഴുതാം. ആ ഫസ്റ്റ് സെന്റൻസ് എഴുതിയാൽ മതി. ഹോൾഡിംഗ് എന്നാണ് അതോടെ പറഞ്ഞു. It refers to the temporary storage of a document without updating the financial accounts. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്താൽ മതി. ഇവിടെ വരെ temporary storage of a document without updating the financial accounts. Okay. Temporary storage of a document without updating the financial accounts. Temporary storage of a document without updating the financial accounts. Okay. നോട്ട് ചെയ്തോ? ഇപ്പൊ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. അതായത് നമുക്ക് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ സാലറി പേയ്മെന്റ് പറഞ്ഞ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സാലറി വേണ്ട GST സെറ്റ് ഓഫ് പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ആണ്. നമുക്കറിയാലോ കുറെ ഔട്ട്പുട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യാനുണ്ട്, ഇൻപുട്ടും ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒരു എമർജൻസി ഒരു സിറ്റുവേഷൻ വന്നത് ഇപ്പോഴും നമുക്കൊന്ന് കുറച്ച് നേരത്തേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പെൻഡിങ് വെക്കണം. അപ്പൊ നമ്മൾ പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇവിടെ തൽക്കാലം സേവ് ചെയ്യാനും പറ്റത്തില്ല, എന്നാൽ വർക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയില്ല. അപ്പൊ നമുക്കത് സേവ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സോറി ഔട്ട്പുട്ടും ഇൻപുട്ടും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഡെബിറ്റ് ക്രെഡിറ്റ് ഈക്വൽ ആണ്, പക്ഷെ നമ്മൾ ഡെബിറ്റ് മാത്രമേ കൊടുക്കുള്ളൂ, ഇനി ക്രെഡിറ്റ് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അത് തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അത് തൽക്കാലം ഹോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമുക്കത് ബാക്കി ഫിനിഷ് ചെയ്യണം. അപ്പൊ അതിനുള്ള ഹെൽപ്പാണ് ശരിക്കും ഈ ഡോക്യുമെന്റ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ട്രാൻസാക്ഷന്റെ കുറച്ച് കാര്യങ്ങൾ എൻട്രി ചെയ്ത് വെച്ചു, എന്നിട്ട് ബാലൻസ് ഇനിയും ഫിനിഷ് ചെയ്യാനുണ്ട്, അത് ഇത്രയും സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, അത് ഹോൾഡ് ചെയ്ത് വെക്കണം. അതായത് നമ്മളത് സ്റ്റോർ ആവും, പക്ഷെ എന്താ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലൊന്നും അത് എഫക്ട് ആവില്ല, പോസ്റ്റ് ആവില്ല. സംഭവം പോസ്റ്റ് ആവില്ല, എഫക്ട് ആവില്ല, പോസ്റ്റ് ആവില്ല, പക്ഷെ എന്ത് ചെയ്യുന്നു, തൽക്കാലം അത് ഹോൾഡ് ചെയ്യും. കാരണം നമ്മളിപ്പോ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും, സെർവർ യൂസ് ചെയ്യാതിരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ലോഗൗട്ട് ആയിരിക്കും. സെർവർ യൂസ് ചെയ്ത് ലോഗൗട്ട് ആയിരിക്കും. പിന്നെ നമ്മൾ ഒന്നേന്ന് പറഞ്ഞ ആദ്യം ചെയ്ത് അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി സ്റ്റെപ്പിലുള്ളതാണ് എന്താണ് ഡോക്യുമെന്റ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും വെച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റും, അത് സേവ് ചെയ്യാൻ പറ്റും. പറഞ്ഞു എല്ലാത്തിനും പറ്റും, എല്ലാം ഏത് ചെയ്താലും ഹോൾഡ് ചെയ്യാൻ പറ്റും. ഏത് ചെയ്താലും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ട്രാൻസാക്ഷൻ പോസ്റ്റിംഗ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്ത അത്രയും വെച്ച് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോക്യുമെന്റ് നമ്പറൊക്കെ കൊടുത്ത് നമ്മൾ അത് സേവ് ചെയ്യാണ് ചെയ്തത്. പിന്നെ അതുപോലെ ഇതിനു വേണ്ടി ഉള്ള ടി കോഡ്, പ്രത്യേകിച്ച് ടി കോഡ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഏത് ലെഡ്ജർ ആണോ അല്ലെങ്കിൽ ഏത് ട്രാൻസാക്ഷൻ ആണോ പോസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്തത് ആ സെയിം എന്താണ് ട്രാൻസാക്ഷൻ കോഡ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ജനറൽ ലെഡ്ജർ നമ്മൾ എന്താണ് ഹോൾഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യാം, അതിൽ ടി കോഡ് ഇടുന്ന F-02 യൂസ് ചെയ്യാം. ഇനി അക്കൗണ്ട് റിസീവബിൾ ആണ് നമ്മൾ ചെയ്യുന്നത്, അപ്പൊ അതിന്റെ ടി കോഡ് യൂസ് ചെയ്യാം. ഏതാണോ നമുക്ക് ഹോൾഡ് ചെയ്യുന്നത് അതിന്റെ സെയിം ടി കോഡ് തന്നെ യൂസ് ചെയ്യാം. അല്ലാതെ ഹോൾഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇതിന് എന്തില്ല പ്രത്യേകിച്ച് ടി കോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനെന്തില്ല പ്രത്യേകിച്ച് ടി കോഡില്ല. നമ്മൾ ഏത് ട്രാൻസാക്ഷനോ പോസ്റ്റ് ചെയ്യുന്നത് അവിടെ വെച്ചാണ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ജനറൽ ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഹോൾഡ് ചെയ്യുമെങ്കിൽ നമ്മൾ അവിടെ വെച്ചാണ് ആ ഒരു എന്താണ് ഹോൾഡിംഗ്. അതുപോലെ തന്നെ അക്കൗണ്ട് റിസീവബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയാണെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ഹോൾഡ് ചെയ്യാം. അല്ലാതെ പ്രത്യേകിച്ച് എന്തില്ല ട്രാൻസാക്ഷൻ കോഡ് അതൊരു ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത്. ട്രാൻസാക്ഷൻ കോഡ് കാര്യങ്ങളില്ല, പ്രത്യേകിച്ച് ഒരു ഓപ്ഷനാണ്. നമ്മളിപ്പം നോർമലി F-02 എടുത്തു.
ഓക്കെ, നമ്മളിപ്പം ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ഇടുവാന്ന് വിചാരിക്കാം. ഓക്കെ, കറണ്ട് ഡേറ്റ് കൊടുക്കും 30/12/2025 തൊട്ട് കറണ്ട് ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക്. ഇതെല്ലാം നോർമലി അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് 40 ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ആകുമ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യാം, എമൗണ്ട് കൊടുക്കാം. ഒരു 2000 രൂപ കൊടുത്തു, ബിസിനസ് ഏരിയ കൊടുത്തു, ക്യാഷ് ഡെപ്പോസിറ്റ്. ഓക്കെ, ഇത്രയും ചെയ്തു. ബാക്കി നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പൊ ടൈം ഇല്ലാന്ന് വിചാരിക്കും. നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യണം? ഹോൾഡ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി ഇതാ ഇവിടെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ, മോർ എടുക്കാം. മോർ എടുക്കാം, അതില് ഡോക്യുമെന്റ് എടുക്കാം. മോർ എടുക്കാം, അതില് ഡോക്യുമെന്റ് എടുക്കാം. മോറില് ഡോക്യുമെന്റ് എടുക്കാം, ഹോൾഡ് എടുക്കാം. മോറില് ഡോക്യുമെന്റ് എടുക്കാം, ഹോൾഡ് എടുക്കാം. അതാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ കോഡ് ഒന്നുമില്ല. നമ്മളിപ്പോ ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? അത് ഹോൾഡ് ചെയ്യാൻ പോകണം. അപ്പൊ അതിന് മോർ എടുത്ത് ഡോക്യുമെന്റ് എടുത്ത് ഹോൾഡ് ചെയ്താൽ മതി. ഓക്കെ, പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ കോഡ് ഒന്നും ഹോൾഡ് വരുന്നില്ല, ഹോൾഡ് വരും. അപ്പൊ ഇവിടെ ചോദിക്കും ഒരു ടെമ്പററി ഡോക്യുമെന്റ് നമ്പർ. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു നമ്പർ കൊടുത്തിട്ടാണ് ചെയ്യുക അല്ലെ? നമ്മളെല്ലാം സേവ് ചെയ്യുന്ന ഒരു നമ്പേഴ്സ് വെച്ചിട്ടാണ്, നമ്പർ റേഞ്ച് വെച്ചിട്ടാണ്. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ നമ്പർ റേഞ്ച് കാര്യങ്ങളൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഒരു ടെമ്പററി ഡോക്യുമെന്റ് നമ്പർ കൊടുക്കാൻ പോകും. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ഒരു ടെമ്പററി ഡോക്യുമെന്റ് നമ്പർ കൊടുക്കും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 100 എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് നമ്പർ കൊടുക്കാം. നമ്പർ റേഞ്ച് ഒന്നും ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. താൽക്കാലികമായിട്ട് നമുക്ക് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇത് പിന്നീട് ഓപ്പൺ ചെയ്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? ഒരു നമ്പർ റേഞ്ച് ഡിഫൈൻ ചെയ്യാണ് 100 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ കൊടുക്കാം. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഡോക്യുമെന്റ് 100 വാസ് ഹെൽഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുക്കും. ഡോക്യുമെന്റ് 100 വാസ് ഹെൽഡ്. ഡോക്യുമെന്റ് എന്നിട്ട് ഹെൽഡ് ആയിട്ടുണ്ട്, പക്ഷെ ഇത് പോസ്റ്റ് ആയിട്ടില്ല. നമ്മൾ പകുതിയല്ല ചെയ്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ എന്താണോ വർക്ക് ചെയ്യാനുള്ളത് അത് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്യുമെന്റ് ഹെൽഡ് എന്ന് ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ ഡെബിറ്റ് മാത്രം പോസ്റ്റ് ചെയ്തു, ക്രെഡിറ്റ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാണ്? അത് സേവ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഇത് അത് ഹെൽഡ് ഒരുപാട് ചെയ്തു, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള ഇത് പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? അതിന് പോസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ അത് ഹോൾഡിങ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യണം. അപ്പൊ അത് പോസ്റ്റ് ചെയ്താൽ മാത്രം എന്ത് ചെയ്തു? നമ്മൾ ഇതിലേക്ക് റിഫ്ലക്റ്റ് ആയിട്ട് വെക്കും. ഓക്കെ, പോസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് റിഫ്ലക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യില്ല? നമ്മുടെ ബുക്സിലോ റെക്കോർഡ്സിലോ ഒന്നും റിഫ്ലക്റ്റ് ആകും. വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പോയിട്ട് നോക്കാം. ഓക്കെ, സിംപിൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോ ചെയ്ത ആ ഒരു കാര്യം വന്നിട്ടില്ല. 30-ാം തീയതി അത് പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക. പോസ്റ്റിംഗ് ഓഫ് എ ഹെൽഡ് ഡോക്യുമെന്റ്. പോസ്റ്റിംഗ് ഓഫ് എ ഹെൽഡ് ഡോക്യുമെന്റ്. ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ് നമുക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യാം? പോസ്റ്റിംഗ് ഓഫ് എ ഹെൽഡ് ഡോക്യുമെന്റ്. പോസ്റ്റിംഗ് ഓഫ് എ ഹെൽഡ് ഡോക്യുമെന്റ്. ഓക്കെ, എങ്ങനെ നമുക്കത് പോസ്റ്റ് ചെയ്യാം? അപ്പൊ അതിനുവേണ്ടി നേരത്തെ ചെയ്ത് വന്നത് F-02 വരാം. F-02 സാക്ഷന് കൊടുത്തില്ല. F-02. ഓക്കെ, F-02. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ട? ഓരോന്നും 1 by 1 ആയിട്ട് കൊടുക്കണ്ട. ഇനി എന്ത് ചെയ്താൽ നമ്മൾ നേരെ ഇതാക്കിട്ട് കാണാം. ഹെൽഡ് ഡോക്യുമെന്റ് എടുക്കാം. ഓക്കെ, ഹെൽഡ് ഡോക്യുമെന്റ് എടുക്കാം. F-02ലേക്ക് വന്നിട്ട് ഹെൽഡ് ഡോക്യുമെന്റ് എടുക്കാം. ഹെൽഡ് ഡോക്യുമെന്റ് എടുക്കുമ്പോൾ അത് നമ്മൾ ഓൾറെഡി ഒരു ഡോക്യുമെന്റ് നമ്പർ കൊടുത്തില്ല, ടെമ്പററി ആയിട്ട് 100 പറഞ്ഞിട്ട് ആ ഒരു ഡോക്യുമെന്റ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. ഇനി അറിയില്ലെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ് ലിസ്റ്റ് ഉണ്ട്, അവിടെ വന്ന് നോക്കിയാലും മതി. നമുക്ക് തൽക്കാലം അറിയാം 100 എന്ന്, അത് നിങ്ങളോട് ടൈപ്പ് ചെയ്യും. ഓക്കെ, ടെമ്പററി ഡോക്യുമെന്റ് നമ്പർ 100 എന്നോട് കൊടുക്കുക, എൻ്റർ അടിക്കാം. അപ്പൊ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന അത്രയും കാണാം. 40 നമ്മൾ ചെയ്തിട്ടുണ്ട്, 50 ആണ് നമുക്ക് ഇത് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കൊടുക്കാം 50. എന്നിട്ട് അക്കൗണ്ടിന്റെ അവിടെ ക്യാഷ് കൊടുക്കുക. ബാക്കിയെല്ലാം നോർമലി നമ്മൾ ചെയ്യുന്നത്.
ഇതിനകത്ത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ചെയ്യാം അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് പേര് കൊടുത്ത് ക്യാഷ് ഇനി എൻ്റർ അടിക്കുക, എമൗണ്ട് കൊടുക്കുക, ബിസിനസ് ഏരിയ കൊടുക്കുക, പിന്നെ ടെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. എല്ലാം ഡെബിറ്റും കഴിഞ്ഞു, ക്രെഡിറ്റും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ചെയ്യാം സേവ് ചെയ്യാം. Document 1024 was posted to the company code RAW. ക്ലിയർ ആണോ? എങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു അതെങ്ങനെ നമുക്ക് പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം, പാർക്കിംഗ്. അതുകൂടെ കഴിയും. നെക്സ്റ്റ് വൺ പാർക്കിംഗ്. ഫസ്റ്റ് സെന്റൻസ് നോട്ട് ചെയ്യാം. Parking is in SAP involves saving a document with the intention of later completing and posting it. Parking in SAP involves saving a document with the intention of later completion and posting it. Okay. അതായത് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാം. ട്രാൻസാക്ഷൻ നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും, പോസ്റ്റ് ചെയ്യില്ല, റെക്കോർഡ് ചെയ്യും. അതായത് ഡെബിറ്റും ക്രെഡിറ്റും എല്ലാം കൊടുത്ത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, അത് പോസ്റ്റ് ചെയ്തില്ല. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മോഹൻ എന്ന് പറഞ്ഞ ഒരാള് ആ ഒരു കമ്പനിയിലെ ജൂനിയർ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു, ഒരു 1,00,000 രൂപയുടെ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. അപ്പൊ ആ ട്രാൻസാക്ഷൻ നമ്മൾ മോഹൻ പോസ്റ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചു. പക്ഷെ ആ 1,00,000 രൂപയുടെ ശരിക്കും പറഞ്ഞാൽ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാൻ, അതായത് 50,000 മുകളിലേക്കുള്ള ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മോഹന് റൈറ്റ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, അത് നമ്മൾ സീനിയർ അക്കൗണ്ടിനെ കാണിച്ച് അവരുടെ വെരിഫിക്കേഷൻ കിട്ടിയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അവരിപ്പോ തിരക്കിലോ ബിസി എങ്ങാനായിരിക്കും, നമുക്കിപ്പോ അവരെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, തൽക്കാലം അത് പാർക്കിങ്ങിൽ വെക്കാം. ഓക്കെ, പോസ്റ്റ് ചെയ്യുന്നില്ല, തൽക്കാലം ഇത് പാർക്കിംഗ് മോഡിൽ വെക്കുകയാണ്. എന്നിട്ട് അവരുടെ വെരിഫിക്കേഷൻ കിട്ടിക്കഴിയുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും, അത് പോസ്റ്റ് ചെയ്യും. അതായത് ഹയർ മെയിൻ ആയിട്ട് ഇങ്ങനെയാണ് കൂടുതൽ കമ്പനികൾ വരിക. ഹയർ അതോറിറ്റിയുടെ നമുക്ക് റെക്കഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ നമ്മൾ അത് നേരത്തെ ആക്കി വെക്കും, പാർക്കിംഗ് മോഡിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പാർക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർക്കിങ്ങിലും ഈ പറഞ്ഞ പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ കോഡ് ഒന്നുമില്ല. നമ്മൾ ഏത് ട്രാൻസാക്ഷൻ ആണ് പോസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് തന്നെയാണ് ട്രാൻസാക്ഷൻ കോഡ് വരുന്നത്. അപ്പൊ നമുക്കിവിടെ പാർക്കിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. F-02 ജനറൽ അടിച്ചിട്ട് തന്നെ പാർക്കിംഗ് ചെയ്യാം. ഓക്കെ, ഒരു ട്രാൻസാക്ഷൻ സെയിം തന്നെ ട്രാൻസാക്ഷൻ നോക്കാം. ഓക്കെ, വൺ കൊടുത്തു. ഇവിടെ 2,25,000 രൂപക്കാണ്. ക്യാഷ് ഡെപ്പോസിറ്റ് കൊടുത്തു. നമ്മൾ ഫുൾ ട്രാൻസാക്ഷൻ ആണ് റെക്കോർഡ് ചെയ്യും കേട്ടോ, അതിലൊരു മാറ്റവും ഇല്ല. നമ്മൾ ഫുൾ എങ്ങനെയാണോ അത് അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത് പോസ്റ്റ് ചെയ്യില്ല ചെയ്യുന്നത്. ഓക്കെ, ഫുൾ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് നേരെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരാം. മോർ, അതിൽ ഡോക്യുമെന്റ് എടുക്കാം. നമ്മുടെ ഹോൾഡിന് തൊട്ട് മുകളിൽ നമുക്ക് കാണാം പാർക്ക്. കണ്ടോ, നേരത്തെ നമ്മൾ ഹോൾഡ് ആണ് ചെയ്തത്, ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർക്ക് ചെയ്യാൻ പോകും. അപ്പൊ പാർക്ക്, ഹോൾഡിന് തൊട്ട് മുകളിൽ കിടക്കുന്നത് പാർക്ക്. ഓക്കെ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ, പ്രത്യേകിച്ച് നമ്പർ ഒന്നും കൊടുക്കാനൊന്നുമില്ല. ഡോക്യുമെന്റ് 1024 RE44 വാസ് പാർക്ക്ഡ് എന്ന് പറഞ്ഞ മെസ്സേജ് ആണ്. അപ്പൊ നമ്മളിപ്പോ ചെയ്തത് എവിടെ വന്നിട്ടില്ല, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതവിടെ പോസ്റ്റും ആയിട്ടില്ല, പാർക്ക്ഡ് എന്ന് പറഞ്ഞ ഫോമിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? പാർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന്, നോർമൽ ട്രാൻസാക്ഷൻ എടുക്കാം, മോറിൽ പോവാം, ഡോക്യുമെന്റ് പാർക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് നോക്കാം. പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറെ തന്നെ ഒരു എന്താണ് ട്രാൻസാക്ഷൻ കോഡ് ഉണ്ട്. പോസ്റ്റ് പാർക്ക്ഡ് ഡോക്യുമെന്റ്സ് FBV0.
പോസ്റ്റ് പാർക്ഡ് ഡോക്യുമെന്റ്സ് FBV0. FBV0. Okay. FBV0. നമുക്ക് എടുത്ത് നോക്കാം. FBV0. FBV0. ഓക്കെ. അപ്പൊ ഇവിടെ കമ്പനി കോഡ് വന്നിട്ടുണ്ട്, ഡോക്യുമെന്റ് നമ്പർ വന്നിട്ടുണ്ട്. ഡോക്യുമെന്റ് നമ്പർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഡോക്യുമെന്റ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഡോക്യുമെന്റ് ലിസ്റ്റ് എടുത്തിട്ട് എക്സിക്യൂട്ട് കൊടുത്താലും മതി. ഓക്കെ. ഡോക്യുമെന്റ് നമ്പർ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഡോക്യുമെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡോക്യുമെന്റ് ലിസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ എക്സിക്യൂട്ട് കൊടുക്കുക. ഓക്കെ. ഒരു സെക്കൻഡ്. ഓക്കെ. നമ്മള് പോസ്റ്റ് ചെയ്തതിന് മുമ്പായിട്ട് ജസ്റ്റ് നമുക്കൊന്ന് റിപ്പോർട്ട് എടുത്ത് നോക്കാം. അതായത് FBL 3L പോയിട്ട് നമുക്കൊന്ന് റിപ്പോർട്ട് എടുത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. റിപ്പോർട്ടിൽ എന്താണ് എഫക്ട് വരുന്നത്. അതായത് ശരിക്കും നമ്മൾ ഹോൾഡ് ചെയ്തത് വെച്ചത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ, നമ്മൾ നോക്കിയതായിരുന്നു. ഹോൾഡ് ചെയ്തത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി പാർക്ക് ചെയ്തത് റിഫ്ലക്ട് ചെയ്യുമോ എന്ന് നോക്കാം. GL അക്കൗണ്ട് ഡിസ്പ്ലേയിൽ പാർക്ക് ചെയ്ത് റിഫ്ലക്ട് ചെയ്യുമോ നോക്കാം. നമുക്ക് നേരെ എക്സിക്യൂട്ട് കൊടുക്കാം. എക്സിക്യൂട്ട് കൊടുക്കുമ്പോൾ അതവിടെ നോക്കിക്കേ, നമ്മൾ കൊടുത്തതും 25,000 രൂപയായിരുന്നു. അതവിടെ വന്നിട്ടില്ല അല്ലെ, 25,000 രൂപ വന്നിട്ടില്ല. പക്ഷെ അത് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടൈപ്പ് എന്ന് പറഞ്ഞെടുത്തൊരു ഓപ്ഷൻ ഉണ്ട്. പാർക്ഡ് ഐറ്റംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ടിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഹോൾഡിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പാർക്ഡ് ചെയ്തിട്ടുള്ള ഐറ്റംസ് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ, GL ഡിസ്പ്ലേയിൽ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. പാർക്ഡ് ഐറ്റംസ് എന്നുള്ളത് ടിക്ക് ഓൺ ചെയ്താൽ മതി. എന്നിട്ട് എക്സിക്യൂട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഈ നോക്കിക്കേ, 25,000 അതവിടെ ഈ ഒരു സ്റ്റാറ്റസിൽ ഇറങ്ങി കിടക്കുക. കണ്ടോ, ഈ ഒരു സിമ്പിളിൽ ഇറങ്ങി കിടക്കുക. ദാറ്റ് മീൻസ് ഇത് പാർക്ഡ് ആണ് എന്നാണ് അതിനിരിക്കുന്നത്. ഇത് പോസ്റ്റ് ആയിട്ടില്ല, അത് പാർക്ഡ് സ്റ്റാറ്റസ് ആയതുകൊണ്ട് ഈ ഒരു സിമ്പിളിലായിരിക്കും കിടക്കുക. അപ്പൊ അതിനുവേണ്ടി ടൈപ്പിന്റെ അവിടെ പോയിട്ട് പാർക്ഡ് എന്നുള്ളത് ടിക്ക് ഓൺ ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ കേട്ടോ. പാർക്ഡ് എന്നുള്ളത് ടിക്ക് ഓൺ ചെയ്യണം. അതിൽ നിന്ന് ആ റിപ്പോർട്ട് എടുത്ത് നോക്കണം, അതൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കണം. ഓക്കെ. എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ് ചെയ്യാം. OBV0 വന്ന് പ്രോസസ് ചെയ്യാം. അതിനുവേണ്ടി ഡോക്യുമെന്റ് ലിസ്റ്റ് എടുക്കാം. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് കറക്റ്റ് ആണ്, ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇതൊക്കെ എഡിറ്റ് ചെയ്യാം. എല്ലാ ഏരിയാസും നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചില ഏരിയാസ് മാത്രമേ നമുക്ക് പാർക്കിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എല്ലാ ഫീൽഡുകളും നമുക്ക് SAPൽ പാർക്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ചില ഫീൽഡുകൾ, അതായത് ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ലെഡ്ജേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ. എന്തെങ്കിലും എഡിറ്റ് വരുത്തണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. പക്ഷെ ഈ മുകളിലേക്കുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, നേരെ സേവ് ചെയ്താൽ document 1025 was posted in company code RE44. ഇനി നമ്മുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ. ഇതാണ് ഏറ്റവും ടോപ്പിൽ വന്നു. ഏറ്റവും ടോപ്പിൽ ഇത് ലാസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് 30/12/2000 25,000 രൂപ പേ ചെയ്തു. നേരത്തെ അത് മാറിയിട്ട് ഇപ്പൊ എന്തായി, അത് പോസ്റ്റ് സ്റ്റാറ്റസിലേക്ക് വന്നു. ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ പാർക്ക് ചെയ്യാനും പഠിച്ചു, അതുപോലെ അത് പോസ്റ്റ് ചെയ്യാനും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ റെക്കറിംഗും കണ്ടു, അതുപോലെ സാമ്പിളും അതിന്റെ പോസ്റ്റിങ്ങും, അതുപോലെ പാർക്കിലും അതിന്റെ പോസ്റ്റിംഗ്. അപ്പൊ കേസ് സ്റ്റഡി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഷെയർ ചെയ്യാം. എന്തോ അതിന്റെ കോഡൊന്ന് പ്രോസസ് ചെയ്യുന്നതിന്റെയാ, റിപ്പോർട്ട് എടുക്കുന്നുണ്ട്.
FBL 3N, FBL 3N, എല്ലാത്തിനും സെയിം തന്നെയാണ്. FBL 3N. ഓക്കെ, യെസ്. അപ്പൊ നമ്മളുടെ SAPയുടെ കേസ് സ്റ്റഡിയിലേക്ക് വരാം. നമുക്ക് കഴിഞ്ഞ ഇന്നത്തെ ഒരു കേസ് സ്റ്റഡി ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. നമ്മള് 3 കേസ് സ്റ്റഡീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ 2 ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. സാമ്പിൾ ആൻഡ് റെക്കറിംഗ് ഡോക്യുമെന്റിൽ നമ്മൾ സാമ്പിൾ ഡോക്യുമെന്റ് എടുത്ത് ചെയ്തു. ഇനി റെക്കറിംഗ് ഡോക്യുമെന്റ് എന്ന രീതിയിൽ ഈ ഒരു ട്രാൻസാക്ഷൻ കൂടെ ചെയ്യാനുണ്ട്. അപ്പം എന്താണ് ഓഫീസ് മെയിൻ്റെനൻസ് എന്നുള്ളത് റെക്കറിംഗ് ഡോക്യുമെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ പോസ്റ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അതിനുശേഷം എന്താണ് ഏപ്രില്, മെയ്, ജൂൺ ഈ 3 മാസത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഏപ്രില്, മെയ്, ജൂൺ ഈ 3 മാസത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം. അതായത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് നമ്മൾ പീരീഡ് സെറ്റ് ചെയ്യുന്നത്. അതിൽ ഏപ്രിൽ മാസത്തെ പോസ്റ്റ് ചെയ്യണം, നമ്മള് മെയ് മാസത്തെ പോസ്റ്റ് ചെയ്യണം, ജൂൺ മാസത്തെ പോസ്റ്റ് ചെയ്യണം. അങ്ങനെ 3 മാസത്തെ പോസ്റ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, റിക്കറിംഗ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് 3 മാസത്തെ പോസ്റ്റ് ചെയ്യും. ഇനി അടുത്തതിലേക്ക് വരാം. പാർക്കിംഗ് ആൻഡ് ഹോൾഡിംഗ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞ സെയിം സാധനം തന്നെ. ഹോൾഡിംഗ് ആൻഡ് പാർക്കിംഗ്. ഇവിടെ 2 കേസ് സ്റ്റഡീസേ ഉള്ളൂ. കേസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ വെഹിക്കിൾ മെയിൻ്റെനൻസ്, അതെന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാം. പേയ്മെന്റ് മോഡ് ഏതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാം, ഈ ഒരു വെഹിക്കിൾ മെയിൻ്റെനൻസ് തന്നെ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്ത് മാത്രം മതി, ക്രെഡിറ്റ് ഒന്നും ചെയ്യാനായിട്ട് നിൽക്കണം. അത് ഹോൾഡ് ചെയ്യും. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ പേയ്മെന്റ് മോഡ് കിട്ടി, ബാങ്ക് ട്രാൻസ്ഫർ ആണ്. എന്ത് ചെയ്യാം, അത് പോസ്റ്റ് ചെയ്യാം. പേയ്മെന്റ് മോഡ് ബാങ്ക് ട്രാൻസ്ഫർ കൊടുത്ത് ക്രെഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതൊരു എന്താണ് നമ്മുടെ റിസർവേഷൻ സ്ലിപ്പാണ്. ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ട്രാവൽ എക്സ്പെൻസ് ആണ്, ട്രെയിൻ മാർഗം ട്രാവൽ ചെയ്യുന്നതിന്റെയാണ്. എന്താണ് ഇത് തൽക്കാലം എന്താണ് ബേസ്ഡ് ഓൺ റീഇംബേഴ്സ്മെന്റ് ഫോം ആണ്, തിരിച്ച് നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം, അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് റീഇംബേഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യാം, ഈ ഒരു ട്രാൻസാക്ഷൻ അവിടെ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് പാർഡ് എന്ന് പറഞ്ഞ ഫോമിലേക്ക് ഇടാം. ഓക്കെ, അതായത് ട്രാവലിംഗ് എക്സ്പെൻസസ് ആയിട്ട് 1200 രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് ഫോമിലേക്ക് ഇടുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്ത് കിട്ടുന്നു, അതിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പേ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇത് രണ്ടുമാണ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താ ഹോൾഡ് ചെയ്യാം, രണ്ടാമത് പാർക്ക് ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ കേസ് സ്റ്റഡി സ്റ്റുഡന്റ് ആപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നാളെ കാണാം.